ാണ് നാം നേരത്തെ പിന്നിട്ട സ്ഥലങ്ങളെക്കാൾ കൂടുതൽ വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ട് എന്നാണോ? അതെ, നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ജനക്കൂട്ടമുള്ളത് ഇപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷനിലാണ്. വേണു, വലിയ ജനസഞ്ചയം കാണാൻ ഉണ്ട്. ഒരു ടെക്കി പ്രദേശമാണത്. ഈ ടെക്നോ പാർക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന യുവാക്കളടക്കമാണ് VS-നെ അവസാനമായി കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ മേൽപ്പാലമുണ്ട്. ആ മേൽപ്പാലത്തിന്റെ മുകളിൽ വലിയ ആൾക്കൂട്ടം കാണുന്നുണ്ട്. VS-നെ അവസാനമായി കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജംഗ്ഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ തിരക്കിനിടയിൽ കൂടി ആ മൃതദേഹം കടത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ വിലാപയാത്ര കടന്നു വരാൻ വേണ്ടി ഒരു 15 മിനിറ്റോളം സമയമെടുക്കും. അത്രയും വലിയ ജനക്കൂട്ടമാണ് നമുക്ക് കഴക്കൂട്ടത്ത് കാണാൻ കഴിയുന്നത്. വേണം. ശരി, സൈഫ് ആണ് വിവരങ്ങൾ നൽകിയത്. കഴക്കൂട്ടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇതുവരെ കണ്ടതിൽ നിന്നും വലിയ ജനാവലിയാണ് VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ തടിച്ചുകൂടിയിരിക്കുന്നത്. ഈ വിലാപയാത്രയുടെ ഒരു സ്വഭാവം കാണുമ്പോൾ രാത്രി എത്ര വൈകിയാലും വലിയ ജനക്കൂട്ടം ഇനി മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകും. VS-നെ കാണാൻ അവർ കാത്തു നിൽക്കുകയാണ് എന്നാണ് കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ നിശ്ചയിച്ച സമയമെല്ലാം കടന്നുകൊണ്ടാകും ഈ വിലാപയാത്രാ വാഹനം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ആലപ്പുഴയിൽ എത്താനിട.